വയലോര പ്രദേശങ്ങളിൽ ക്യാൻസർ പകരാൻ മുഖ്യ കാരണം രാസ കീടനാശിനി പ്രയോഗമെന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ദയാഭായ് പറഞ്ഞു. കോടന്നൂർ നാച്ചുറൽ ലൈഫ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ദയാഭായ്. ഒരു സന്തോഷം ഇതാണ്, ഇന്ന് ഒരു വിധത്തിൽ പ്രകൃതിയിൽ നിന്നുമൊക്കെ ദൂരേക്ക് ആളുകൾ ഓടി ഇനിയും എന്താന്ന് ഓടുമ്പോൾ ഒരു കൂട്ടർ ഇപ്പോഴും തിരിച്ച് പ്രകൃതിയിലേക്ക് വരുന്നത് ഒത്തിരി സന്തോഷമാണ്. ഞാനിപ്പോൾ കൂടുതൽ മധ്യപ്രദേശിൽ ചെയ്യുന്നത് കൃഷിയാണ്. അതൊരു 8-10 ഏക്കറാണ്. അതെല്ലാം നീട്ടി പറയുന്നില്ല. പക്ഷേ അത് ഇറ്റ്സ് ആൻ ആൻസർ ടു ദ ക്രൈ ഓഫ് ദ മദർ എർത്ത്. ഇന്ന് നമ്മുടെ ഒരു ചുമതല ഈ കരയുന്ന ഭൂമിദേവിക്ക് ഒരല്പം ആശ്വാസം കൊടുക്കുകയും ആ കണ്ണുനീരൊക്കുകയും അതിനിങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്നാണ് ആവശ്യം. പിന്നെ ഇവരൊക്കെ ഒത്തിരി ഈ സേവന അല്ല, ഞാനൊരു പ്രമേയ ജീവിതം ജീവിച്ചയാളാണ്. എൻ്റെ പ്രണയത്തിലകപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. അത് 3-ാം വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ്. അതൊരു വ്യക്തിയോടല്ല. എൻ്റെ പപ്പ അന്ന് ഞങ്ങൾ ഇരട്ടയിലൊന്നും ഞാൻ പപ്പയുടെ കൂടെ കിടക്കുമ്പം പറഞ്ഞ ഒരു കഥ, അവിടെയാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത്. ഈ ഗാന്ധി അപ്പൂപ്പൻ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു മുണ്ടും എടുത്ത് ഒരു പോപ്പും പറിച്ച് കടി കൊണ്ടുള്ള ചെരുപ്പ് വിട്ട് ഇങ്ങനെ നടന്ന് ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് അറിയുന്നു. അവിടെയാണ് എൻ്റെ പ്രണയം. എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകത്തേക്ക്, പുതിയ ആളുകളിലേക്ക് ഇറങ്ങിയുള്ള ഒരു ജീവിതം. എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നത്ര, ഓരോരുത്തർക്കും കഴിയുന്ന സംഭാവന എന്നുള്ള സഹായം നിങ്ങൾ ഇതുവരെ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യം അതിന് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളതുപോലെ ഒരു സഹായം തീർച്ചയായിട്ടും ദയാഭായി ഏൽപ്പിക്കാവുന്നതാണ്. പ്രകൃതി ചികിത്സകൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, കോടന്നൂർ പ്രകൃതി ചികിത്സാ കേന്ദ്രം ഡയറക്ടർ തോമസ്, സിബി തോമസ്, ജനാരോഗ്യം കൺവീനർ CC ജോസ്, ജോയിന്റ് കൺവീനർ അബ്ദുൾ റസാഖ്, ഫാദർ ജോസ് തത്രത്തിൽ, CV ജോസ് ചാലക്കുടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു.